നമസ്കാരം. പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ എന്ന ഇതായിരുന്നു പിണറായി വിജയൻ സർക്കാരിൻ്റെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് നേരിടുമ്പോഴുള്ള പ്രചാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണായുധം അല്ലെങ്കിൽ ഒരു അവകാശവാദം. അത് ഒരു വൺ ഗ്രിഡ് ആയതുകൊണ്ടാണ്. ആ ഗ്രിഡിൻ്റെ പണി ഉമ്മൻചാണ്ടി സർക്കാർ തന്നെ ആരംഭിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സഹായം കൊണ്ടാണ്. കൂടംകുളത്ത് നിന്ന് വൈദ്യുതി വാങ്ങുന്നത് കൊണ്ടാണ്. നിരവധി അവകാശവാദങ്ങളും പ്രത്യാരോപണങ്ങളും ആരോപണങ്ങളും എല്ലാം ഇത് സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അവകാശവാദത്തിൻ്റെ ഒരു പൊള്ളത്തരം ഇപ്പോൾ വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കഠിനമായ ചൂടിലൂടെ, വേനൽക്കാലത്തിലൂടെ കേരളം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയിൽ വൈദ്യുതിയുടെ ആവശ്യം, ഒരു വൈദ്യുതിയുടെ ഉപഭോഗം കേരളത്തിൽ ക്രമാതീതമായി വർദ്ധിക്കുകയും അതിന് അനുസരിച്ചുള്ള വൈദ്യുതി വിതരണം നടത്തുവാനുള്ളൊരു സാധ്യത നമ്മുടെ പക്കലില്ല എന്നുള്ള ഒരു വസ്തുത വെളിവായി വരികയും ചെയ്യണം. അതിനുള്ള ഒരു ക്ഷമത നമുക്കില്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ദീർഘവീക്ഷണത്തോടു കൂടിയല്ല നമ്മുടെ വൈദ്യുതി വകുപ്പ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ഇത്തരത്തിലുള്ളൊരു ഉപഭോഗം ഉണ്ടാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് സമീപകാലത്ത് ഉണ്ടായാൽ അതിനെ നാം എങ്ങനെ നേരിടും, ഇത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ചിന്തിക്കാതെ, അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്താതെ, യാതൊരു പദ്ധതികളോ ആസൂത്രണമോ ഇല്ലാതെ അന്നുള്ള കാര്യങ്ങൾ നടന്നു പോകണമെന്നുള്ള തരത്തിൽ ഒരു ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞില്ലേ, നാളത്തെ കാര്യം നാളെ ചിന്തിക്കാം എന്നുള്ള തരത്തിൽ വളരെ നിസ്സാരമായി ബാലിശമായിട്ടായിരുന്നു വൈദ്യുതി വകുപ്പിൻ്റെ കൈകാര്യം കഴിഞ്ഞ 10 വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്നത്. അതിനു മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നില്ല, കാരണം അത് പ്രസക്തമല്ല. കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് വൈദ്യുതി വകുപ്പിൽ വരുത്താമായിരുന്ന മാറ്റങ്ങൾ നിരവധിയാണ്. ചെയ്യാമായിരുന്ന കാര്യങ്ങൾ, അന്യ സംസ്ഥാനങ്ങൾക്ക് വൈദ്യുതി വിൽക്കുന്ന അവസ്ഥയിൽ വരെ നമ്മൾ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ളൊരു വിൽപ്പന നാം നടത്തുമ്പോൾ നാം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, ഇത് നമുക്ക് ബോട്ടിലിൽ സൂക്ഷിച്ച് ലോക്കറിൽ അടച്ചു വയ്ക്കുവാൻ സാധിക്കില്ലല്ലോ. അധികം വരുന്നത് നമ്മളിപ്പോൾ കൊടുക്കും. ഭാവിയിൽ വരുന്ന ആവശ്യത്തെ നാം ഭാവിയിൽ നേരിടും. ശരിയാണ്, ഇത് തത്വത്തിൽ ഒറ്റ നോട്ടത്തിൽ ശരിയായ ഒരു കാര്യമാണ്, കൃത്യമായിട്ടുള്ള കാര്യമാണ്. വൈദ്യുതി ലോക്കറിൽ കൊണ്ട് സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കില്ലല്ലോ. പക്ഷെ ഭാവിയിൽ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചൊരു ആസൂത്രണം ഒരു പരിധി വരെയെങ്കിലും നടത്തിയിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു പകുതി. കാരണം ഇപ്പോൾ കേരളം പവർ കട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം കേരളത്തിലൊട്ടാകെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കഠിനമായ ചൂടിൽ ഉരുകി ഒലിക്കുന്ന അവസ്ഥയിലേക്ക് ജനം തള്ളപ്പെട്ടിരിക്കുന്നു. ഇനി പ്രഖ്യാപിത പവർ കട്ടും വരുവാൻ പോവുകയാണ്. ഇനി കേരളത്തിൻ്റെ ദൗർഭാഗ്യം മൂർധന്യത്തിലെത്തി നിൽക്കുന്നൊരവസ്ഥയിൽ മൂന്നാം പിണറായി സർക്കാരാണ് വരുന്നതെങ്കിൽ കൃത്യമായി എഴുതി വെച്ചുകൊള്ളൂ, പവർ കട്ടിൻ്റെ 8 കളിയായിരിക്കും അടുത്ത ഒരു മാസത്തേക്ക്. പ്രകൃതി കനിഞ്ഞ് മഴ നേരത്തെ എത്തിയില്ലെങ്കിൽ, അതായത് ഈ ചൂട് കുറഞ്ഞില്ലെങ്കിൽ പവർ കട്ടിൻ്റെ 8 കളിയാണ് വരുവാൻ പോകുന്നത്. പക്ഷേ വൈദ്യുതി വകുപ്പിൻ്റെ ഒരു പാളിച്ച ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. ദീർഘവീക്ഷണമില്ലായ്മ, ആസൂത്രണത്തിൻ്റെ കുറവ്, കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനുള്ള മടിയോ അല്ലെങ്കിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനുള്ള ഉദ്യോഗസ്ഥരുടെ ലഭ്യത കുറവോ. ഉദ്യോഗസ്ഥരുടെ ലഭ്യത കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഒരു പ്രവർത്തന രീതി തന്നെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ. കാര്യക്ഷമമായി പ്രവർത്തിക്കണമെങ്കിൽ രാഷ്ട്രീയ ബോധമില്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാധീനത്തിന് വഴങ്ങാതെ കൃത്യമായിട്ട് അവനവൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ, അതിനെയാണ് ഞാൻ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു ആവശ്യമെങ്കിൽ, ഒരു ഉദ്യോഗസ്ഥൻ്റെ കാര്യത്തിൽ അടിസ്ഥാനപരമായിട്ട് അയാൾക്ക് വേണ്ടൊരു ക്വാളിറ്റി എങ്കിലും ഇപ്പോഴത്തെ കാര്യത്തിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ബേസിക് ക്വാളിറ്റിയാണ് ഇപ്പോഴത്തെ എക്സലൻറ്റ് ക്വാളിറ്റി. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അത്തരത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ വൈദ്യുതി വകുപ്പിൽ ഉണ്ട് എന്ന് കരുതുക. അയാളെ ഒതുക്കി, കാരണം പാർട്ടിക്ക് പ്രയോജനമില്ല എന്ന് മാത്രമല്ല, പാർട്ടിയുടെ പല ലക്ഷ്യങ്ങൾക്കും അയാൾ വിഘാതമായേക്കാം. ഈ സമീപകാലത്ത് ആരോഗ്യ വകുപ്പിലേക്കൊന്ന് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളുടെ ലഭ്യത കുറവ് സംബന്ധിച്ച് ഒരു ഡോക്ടർ ഹാരിസ് പരാതി പറഞ്ഞിരുന്നു. ഡോക്ടർ ഹാരിസിനെ വേണമെങ്കിൽ നമുക്കൊരു ഉദാഹരണമായി എടുക്കാം. കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അത്തരത്തിലുള്ളൊരു ഉദ്യോഗസ്ഥൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന രീതികൾക്കോ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അയാളെ ഒതുക്കി മാറ്റി നിർത്തി ഈ കാര്യക്ഷമത ഇല്ലാത്ത പാർട്ടി സഖാക്കളെ കൊണ്ടവിടെ പ്രതിഷ്ഠിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അതായത് യൂണിയൻ പ്രവർത്തനവും നമ്മുടെ പാർട്ടിയിലേക്കുള്ള ഫണ്ട് പിരിവും എല്ലാം മുന്നോട്ട് കൊണ്ടുപോയി വൈദ്യുതി വകുപ്പിൽ ഇന്നത്തെ കാര്യം നടക്കുന്നുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളത്തെ കാര്യം നമുക്ക് നാളെ നോക്കാം. ഈ നാളത്തെ കാര്യം നാളെ നോക്കാം എന്ന് പറഞ്ഞിരുന്ന നാളെയും എത്തിയപ്പോൾ അതിൻ്റെ ഒപ്പം വന്നത് കഠിനമായ വേനലുമാണ്.
കൂടുതലായുള്ള വൈദ്യുതിയുടെ ഉപഭോഗവുമാണ്. ആ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് വൈദ്യുതിയുടെ നിർമ്മാണം നടക്കുന്നില്ല, അല്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടാത്തതിൻ്റെ കാരണം കൂടംകുളത്ത് നിന്ന് അവർക്ക് നൽകാവുന്ന വൈദ്യുതിക്ക് പരിമിതിയുണ്ട്. നമ്മുടെ ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒരളവുണ്ട്. അതിൽ തന്നെ എത്ര ജനറേറ്ററുകൾ കൃത്യമായി പള്ളിവാസലിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും പൊതുജനങ്ങൾക്ക് ഇവർ കൃത്യമായി നൽകാറില്ല. അന്വേഷിച്ചാൽ ഒരുപക്ഷെ ലഭ്യമായേക്കാം. അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ പൊതുജനങ്ങളുടെ മുമ്പിൽ തത്വമയി ന്യൂസ് തന്നെ അവതരിപ്പിക്കുന്നതാണ്. പക്ഷേ കൃത്യമായ വിവരങ്ങൾ കാലാകാലത്ത് ഇവർ അവരുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും നൽകില്ല. അതുകൊണ്ട് തന്നെ പള്ളിവാസലിൽ എത്ര ജനറേറ്റർ പ്രവർത്തിക്കുന്നുണ്ട്, ഇടുക്കിയിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വിഘാതം ഏർപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ കൃത്യമായിട്ട് തന്നെ 100% പ്രവർത്തനക്ഷമമാണോ ഇടുക്കി, അറിയില്ല. പള്ളിവാസൽ 100% പ്രവർത്തനക്ഷമമാണോ, അറിയില്ല. കേരളത്തിലെ ഗ്രിഡുകളിൽ ഏക ഗ്രിഡാണ്. ഈ ഗ്രിഡുകളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഇത്രയും വൈദ്യുതിയുടെ ഉപഭോഗം ഇത്രയധികം വർദ്ധിക്കുമ്പോൾ ഈ വൈദ്യുതി നൽകുന്നതിൽ, അതിനെ വിതരണം ചെയ്യുന്നതിൽ, വിതരണ ശൃംഖലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇതൊന്നും അറിയില്ല. ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഈ വിതരണത്തിൽ? ഒരു റെസിഡ്യുവൽ ലോസ് എന്ന് പറയുമില്ല, അത്തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകും. ഇതിൻ്റെ ഒന്നും കൃത്യമായിട്ടുള്ള ഒരു പരിശോധനയോ വിവരങ്ങളോ വൈദ്യുതി വകുപ്പിൻ്റെ കയ്യിൽ പോലും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അടിസ്ഥാനപരമായിട്ട് യാതൊരു കാര്യക്ഷമതയും ഇല്ലാത്തൊരു പ്രവർത്തനം എന്നുള്ളതല്ല, വളരെ ഈ കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി എന്നുള്ള തരത്തിൽ ചിന്തിക്കുന്ന, അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടവും ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് KSEBയെ ഏതാണ്ട് നശിപ്പിച്ച് നാറാണക്കല്ലടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തിക്തഫലമാണ് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഈ ചൂടിൽ, കൊടും ചൂടിൽ വൈദ്യുതി ഇല്ലാതെ ഒരു ഫാൻ പോലും ഇടുവാൻ സാധിക്കാതെ അപ്രഖ്യാപിത വൈദ്യുത നിയന്ത്രണത്തിൽ വലഞ്ഞ് ഇനി നാളെ മുതൽ എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിത പവർ കട്ടിൽ വലഞ്ഞ് ഉരുകി ഒലിക്കുവാൻ പോകുന്നത് ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. അതിൻ്റെ ഒരു അടിസ്ഥാന ഉത്തരവാദിത്വം ജനങ്ങൾക്കുമുണ്ട്. കാരണം ഈ ഇത്തരത്തിലുള്ള ഭരണാധികാരികളെ തിരഞ്ഞെടുത്ത് അയച്ചത് ഞാനും നിങ്ങളുമൊക്കെ ചേർന്നാണല്ലോ. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കുവാൻ സാധിക്കില്ല. അതിൻ്റെ ശിക്ഷ കൂടിയായിരിക്കും ഒരുപക്ഷെ ഈ കൊടും വേനൽ വൈദ്യുതിയുടെ ലഭ്യശ്രീ. എന്തായാലും വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.